തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എല്ലാവരെയും ഒപ്പം നിർത്താനും ഭരണ തുടർച്ച ഉറപ്പാക്കാനുമുള്ള നീക്കത്തിലാണ് സർക്കാർ. ചില നീക്കങ്ങൾ ലക്ഷ്യം കാണുമ്പോൾ ചില നീക്കങ്ങൾ തിരിച്ചടിയാവുകയാണ്. അങ്ങനെ രാഷ്ട്രീയ അടികളുടെയും തിരിച്ചടികളുടെയും ഇടയ്ക്ക് സാധാരണ ജനങ്ങളോട് ഇനി ഒരു പിണറായി സർക്കാർ വരുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് ഇങ്ങനെ: ഇന്നലെ അയ്യന്റെ സ്വർണം വരെ കെട്ട് വിശ്വാസി സമൂഹത്തെ ഒറ്റിയ ഈ സർക്കാരിനെ കേരളം കൈവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ തന്നെ നിലവിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് കൂടുതൽ ജനപിന്തുണയുള്ളത് ഇടതുപക്ഷ പാർട്ടികൾക്കാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇനിയും ഇത്രയും കള്ളം ചെയ്യാൻ പറ്റിയ ഒരു സർക്കാരായിട്ട് തന്നെ വീണ്ടും വരുമെന്നാണ് കരുതുന്നത്. കാര്യം ജനങ്ങൾക്ക് കള്ളം പറയുന്നവരെയാണ് വേണ്ടത്, കള്ളം ചെയ്യുന്നവരെയാണ് വേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ കുറേ അഴിമതികൾ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വളരെ രീതിയിൽ അത് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നടന്ന പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ അത് വളരെയധികം പ്രതിഫലിച്ചിട്ടുണ്ട്. അവരുടെ കുറേ കോട്ടകൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനാണ് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നത്. ഇനി അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇലക്ഷൻ വരെ പ്രഖ്യാപിക്കുമെന്ന്. LDF സർക്കാർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലായാലും LDF സർക്കാർ വളരെ നീങ്ങിയിട്ടുള്ള പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഗവൺമെൻറ് വരാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. LDF ഗവൺമെൻറ് ഇപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നപ്പോൾ തന്നെ വളരെ ദയനീയമായിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നത്. തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഒരു ഹാട്രിക് വിജയം നേടി പിണറായി സർക്കാർ വന്നേക്കാം. ചിലപ്പോൾ അപ്രതീക്ഷിത രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കേരളം സാക്ഷിയായേക്കാം. യുവതലമുറയുടെ അഭിപ്രായങ്ങളും ഭരണവിരുദ്ധ വികാരവും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആരായിരിക്കും വിജയിക്കുക? LDF-ഓ UDF-ഓ അതോ NDA?